ഓക്കെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മത്സരിക്കുന്ന പറവൂർ മണ്ഡലത്തിൽ വികസന മുരടിപ്പെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐയുടെ പ്രഭാത സവാരി. പുനർജനി പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ നേതാവ് ജെയ്ക്സി തോമസിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. പറവൂരിൽ നിന്നും ആൻ മരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പറവൂർ മണ്ഡലത്തിലൂടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രഭാത സവാരിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള മണ്ഡലമാണ് ഈ പറവൂർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ നിന്നും IHRD കോളേജിൽ നിന്നും 12 കുടുംബങ്ങൾക്ക് പുനർജനി പദ്ധതിയിലൂടെ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചപ്പുറയായിട്ട് എളന്തിക്കര എന്ന് പറയും, കൃത്യമായി ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ, അവിടെ കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് ഒരു തറക്കല്ലിടുന്നു. തറക്കല്ല് മാത്രം ഇട്ടിട്ട് ആ പദ്ധതിയിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. ഈ മാറ്റങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രഭാത സവാരി അത് നടന്നുകൊണ്ടിരിക്കുന്നത്. വികസന മുരടിപ്പ് എന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പ്രഭാത സവാരി? വികസന മുരടിപ്പിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. ജനങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ യാതൊരു സത്യസന്ധതയും യാതൊരു ആത്മാർത്ഥതയും പ്രബുദ്ധതയും വേണ്ടതില്ല എന്ന നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ ജീർണമായ ഒന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെ കൂടെയുള്ള പ്രതിഷേധമാണ്, പ്രതിരോധമാണ്. പ്രളയ കാലയളവിൽ 19ലധികം വരുന്ന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി തറക്കല്ലിടുകയും അതിനുവേണ്ടി മറ്റിതര രാജ്യങ്ങളിൽ നിന്ന് പോലും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നിലനിൽക്കുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പണം പിരിക്കുകയും പണം പിരിച്ചതിന് ശേഷം ഇപ്പോൾ വയനാട് സംഭവിച്ചിട്ടുള്ളതുപോലെ അതിന്റെ ആദ്യ രൂപം തറക്കല്ലിട്ടിട്ട് പറഞ്ഞ കുടുംബങ്ങളെ പറഞ്ഞു പറ്റിച്ച് വാങ്ങിയ പണത്തിന്റെയും യാതൊരു കണക്കുകളും കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാതെ നടത്തപ്പെട്ട അഴിമതിയുടെയും കെടുകാര്യസ്ഥതയും മറ്റൊരു മുഖമാണിത്. ഈ IHRD കോളേജും ഇതോടൊപ്പം തന്നെ ഒരു വാടക കെട്ടിടത്തിലാണ് കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. അതെ, അതൊരു അത്ഭുതകരമായ മറ്റൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവും സംഘവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കേരളീയ വികസനത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ പരിച്ഛേദം എന്തായിരിക്കും, ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ നാളെ ഉണ്ടാകുന്ന അവസ്ഥ എന്നതിന്റെ പറവൂർ മാതൃകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 വർഷമായി ചായക്കടയുടെ മുകളിൽ പ്രവർത്തിക്കേണ്ട വരുന്ന ഒരു വാടക കെട്ടിടമാണ് പറവൂരിലെ IHRD കോളേജ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നാളെ കേരള ഭരണം കിട്ടുകയാണെങ്കിൽ ഏത് സ്ഥിതിയിലായിരിക്കും കേരളം എന്നത് പറവൂരുകാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃക അല്ലെങ്കിൽ ഒരു പ്രതീകമായിരിക്കുന്നത്. ജയ്ക്കാണ് ഇപ്പോൾ 24നോട് സംസാരിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈ പുനർജനി പദ്ധതിയിലൂടെ വീടിന് തറക്കല്ലിട്ടു. അത് മാത്രമല്ല, IHRD കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തൻ വേലിക്കരയിൽ ഒരു പ്രധാനപ്പെട്ട കോളേജാണ്. ആ കോളേജിന്റെ കെട്ടിടം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത് വാടക കെട്ടിടത്തിലാണ്. അതും ഒരു ചായക്കടയുടെ മുകളിലാണ് ആ കെട്ടിടം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഇങ്ങനൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു മണ്ഡലത്തിൽ ഈ രീതിയിലാണോ വികസനങ്ങൾ വരേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഉയർത്തിക്കാട്ടുകയുമാണ് ഡിവൈഎഫ്ഐയുടെ ഈ പ്രഭാത സവാരിയിലൂടെ. ക്യാമറമാൻ സ്വാതി കൃഷ്ണനൊപ്പം ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.